ഇതേ ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്, ചാടട്ടെ നിന്റെ മേത്തേക്ക്. ശബരങ്ങോട്ട് നോക്കാ വയറാള ആദ്യം പോണേ. ഒഴുക്കുണ്ടോ? പിന്നെ എന്തോരം ഒഴുക്കാ, കുത്തൊഴിക്കൊന്നും പരിഹാരമല്ല. കിടിലം വ്യൂ ഉള്ള സ്ഥലം അവിടെ വന്നതിനാ പീസ്ഫുള്ളായിട്ട് സൺസെറ്റ് കാണാൻ ആലുവയിലെ ഏറ്റവും പറ്റിയ സ്പോട്ടാ. അതെ ഇതോ അവിടെ ശബരി അങ്ങോട്ട് പോകണണ്ട. ഇപ്പോൾ ടൈം 5:45, ഒരു 6:15 ആകുമ്പോഴേക്കും പിന്നല്ല. അപ്പോൾ ഓക്കെ, ഞാനും കൂടെ അങ്ങോട്ട് പോവാം. ബൈ. കഴിഞ്ഞ ദിവസേ ഒരു 1.5 മീറ്ററോളം നീളമുള്ള മീനൊക്കെ ഉണ്ടാവും അവിടെ. ഞാൻ ചാടാൻ നോക്കിയപ്പോ അല്ലല്ല മുതലക്കുഞ്ഞുണ്ടോ അവിടെ? മുതലക്കുഞ്ഞ് ഫ്ലഡിന്റെ സമയത്തുണ്ടായി. നിർണയ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പില്ല, ഇപ്പൊ കുറവാ. അഖിലേ കമോൺ, എന്താ കമന്നൊക്കെ കിടക്കണം, ഇങ്ങോട്ട് വാ, തിരിഞ്ഞു വാ. എത്തി അഖിലേ, തിരി. ഒരിടത്തൊരു കരയുണ്ട്. തലയൊന്നും മറ്റേ അവിടെ ഇടിക്കണവരെ ഇടിക്കട്ടെ. നീർന്നായല്ലടാ ശവം ഒഴിക്കുന്നത്. അവിടെ കുറച്ച് വെള്ളം മേലോട്ട് തുപ്പി നമുക്ക് ഭയങ്കരം പറയാം. എന്നാ പിടിച്ചൊക്കെ ഇവിടെ നിന്റെ മുഖം തന്നെ ലുക്കല്ലേ? ചെയ്യാൻ വിക്രം പറയാം. അപ്പൊ നമുക്കിനി അടുത്ത ചാട്ടം മേലെ കയറിയിട്ട് ഓക്കെ. അങ്ങനെ മുകളിൽ കയറി. ഇതുണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ സൂര്യാസ്തമയം വരും. അപ്പോൾ അതെ ഇതിൻ്റെ ഇപ്പുറത്തെ പോർഷനിലിരുന്നാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യൂ. അപ്പം അതുവരെ തൽക്കാലം ഞങ്ങളിവിടെ ചുമ്മാ ചില്ല ചെയ്തിരിക്കുക. ഇതാരെ മത്സ്യകന്യകൻ. ആ ഒരു ട്രെയിൻ പോണതാണ്ടോ, ഇവിടെ ഇരിക്കാനും നല്ല രസമാണ്. ട്രെയിനൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ അടിപൊളി വ്യൂ. ആ കാണുന്നാണ്ട ദിലീപേട്ടൻ്റെ വീട്. ചില റിസ്കാട്ടോ. ഇത് ഒരുപാട് പേര് മരിച്ചിട്ടുള്ള സ്ഥലം കേട്ടോ. നീന്താൻ വന്നിട്ട്, നീന്താൻ അറിഞ്ഞിട്ട് പോലും ഒരുപാട് പേര് മുങ്ങി മരിച്ചിട്ടുണ്ട്. വല്ലാത്ത കഴപ്പാണല്ലേ. എടുക്കടാ, ഡിപ്പെടുക്കടാ. സോ കാർമേഘം ചതിച്ചു, സൂര്യൻ പോയി അതിൻ്റെ ഇടയിൽ. പക്ഷെ കുഴപ്പമില്ല, അല്ലാണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല ആംബിയൻസാണ്, നല്ല കാറ്റുണ്ട്, ഭയങ്കര പീസ്ഫുള്ളാണ്. കണ്ടോ ഇങ്ങനെ അമ്പലമൊക്കെ നോക്കി
ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുട്ടാവണവരെ ഇരുന്നാലും ഇവിടെ ഉറങ്ങിപ്പോക്കോളും. അതേപോലെ പീസ്ഫുൾ. കാറ്റിലാണ് കളി. പിന്നല്ല. ചക്കല്ല മണ്ണടിച്ചാ കാലുമുട്ടിയാ താഴെ. അത്രയും വെള്ളമുള്ളൂ. ഒരാള് ഒന്ന് ചാടിക്കഴിഞ്ഞാൽ കാലുമുട്ടി. ഇതേ ഞാൻ വരുന്നു നിന്റെ അടുത്തേക്ക്. ചാടട്ടെ നിന്റെ മേത്തേക്ക്. ഗൈസ് അങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ച് ഞങ്ങളിത് തിരിച്ച് ചാടാനുള്ള പരിപാടിയിലോട്ടാണ്. അപ്പോൾ ഇത് ആരും ഇത് കണ്ട് ഇങ്ങടേക്ക് നീന്തി കയറാൻ നോക്കണ്ട. കാരണം ഇത്തിരി റിസ്ക്കാണ്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. കാരണം നീന്താൻ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ചില സമയത്ത് നമ്മൾ നല്ല ഒഴുക്കുണ്ടാവാറുണ്ട്. നല്ല ഒഴുക്കുള്ള സമയത്താണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കൈ നിൽക്കില്ല. അതേപോലെ തന്നെ ചാടുമ്പോഴാണേലും ഒരുപാട് റിസ്ക് ഉണ്ട് അതിൽ. ചിലപ്പോൾ നെഞ്ചടിച്ചൊക്കെ വീഴാം. അപ്പോൾ നമുക്ക് ശ്വാസം ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മളിവിടെ നല്ല പരിചയമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മളങ്ങനെ ഒരു മുൻകരുതലുകളൊന്നും കൂടാതെ ചാടാൻ നിൽക്കരുത്, ഇറങ്ങാൻ നിൽക്കരുത്. ഈ ഒരു പുഴ മാത്രമല്ല, വേറെ ഏത് സ്ഥലത്തായാലും. അപ്പോൾ ഓക്കെ പോവല്ലേ? വാ ചാടിക്കാൻ മൂന്നാള്. ഒന്നേ അവരവിടെ തന്നെ ചാടി. മറ്റേ പിടിച്ച് സൈഡിൽ പിടിച്ച് ആ